എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സാധാരണ വരാറുള്ളത് എപ്പോഴും ചിക്കൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ വെച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, മട്ടൻ മസാല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി പാൻ നല്ലോണം ചൂടാവുമ്പോൾ നമുക്ക് അതിലോട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിലല്ല യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണയാണ്. ഓയിലിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും. ഇനി അതിലോട്ട് ചെറിയ ഉള്ളി, ഞാനിവിടെ ഒരു 12 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സൈസിൽ അരിഞ്ഞതാണിത്. പിന്നെ ഒരു 1.5 വലിയ ഉള്ളിയും. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ട് കൊടുക്കാം. ഇത് ഞാൻ വല്ലാണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ടില്ല, അത്യാവശ്യം സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതിലോട്ട് തന്നെ വലിയ ഉള്ളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് 1.5 വലിയ ഉള്ളി ഉണ്ട്, നല്ല നൈസായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഒരു 3 പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്യാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. വെളുത്തുള്ളി നല്ലോണം അരച്ച് വെച്ചതാണ്, ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അതുകൊണ്ട് നമുക്കൊരു ഇപ്പം തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ മട്ടൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചെറിയ ഉള്ളി ഇട്ടാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. വലിയ ഉള്ളിനൊക്കെ ടേസ്റ്റാണ് ചെറിയ ഉള്ളി ഇടുമ്പോൾ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെറിയ ഉള്ളി കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൈം അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ വഴന്ന് വരും. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം അടച്ചു വെക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഏകദേശമൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇതിൽ ഞാൻ മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല, കുരുമുളകും പച്ചമുളകും മാത്രമാണ് എരിവിനായിട്ടുള്ളത്. 1.5 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്യാം. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇനിയും കുറച്ചുകൂടെ വാടേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ഇട്ടതാണല്ലോ, അതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അതാകുമ്പോൾ ടേസ്റ്റ് കൂടും. ഓയിലിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവില്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ഞാൻ ഇടുന്നത്. ഇനി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ വഴന്ന് വരേണ്ടതുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നല്ലോണം വഴന്നതിന് ശേഷം നമുക്ക് പൊടികൾ എല്ലാം ഇട്ട് കൊടുക്കാം, മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ഇത്രയും വഴന്നാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യണം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യേണ്ടത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ആ മല്ലിയുടെ പച്ചച്ചോയ എല്ലാം മാറുന്നത് വരെ ഒന്നുകൂടെ വഴന്നതിന് ശേഷം തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കറിവേപ്പിലെല്ലാം ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടി വരും. ഇനി ഇതിലോട്ട് തക്കാളി കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 തക്കാളി ചെറുതായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളി കൂടെ നല്ലോണം ഒന്ന് വെന്ത് വരേണ്ടതുണ്ട്, നല്ലോണം ഉടഞ്ഞു കിട്ടണം. അതുകൊണ്ട് നമുക്കൊന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇനി അതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ തക്കാളി എല്ലാ ആവശ്യത്തിന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിലോട്ട് മട്ടൻ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊരു 1/2 കിലോ മട്ടൺ ഉണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറിയ പീസായി കട്ട് ചെയ്തതാണ്. ഇതും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലും ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ, ബാക്കി അവസാനം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. പണ്ടുള്ളവരൊക്കെ ഇതിൽ ചെറിയ ജീരകം അരച്ച് ചേർക്കുമായിരുന്നു. ഞാനിവിടെ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അത് ടേസ്റ്റ് ഡിഫറെൻ്റ് വരും. ചെറിയ ജീരകം ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ടേസ്റ്റ് ചേർക്കാതെയാണ് നന്നായിരിക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ടൈം അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ മട്ടൻ ഏകദേശം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ തിക്കാവേണ്ടതുണ്ട് മസാല. മട്ടൻ്റെ വേവ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, കാരണം ഓരോ മട്ടനും ഓരോ വേവായിരിക്കും. പിന്നെ നമ്മളിവിടെ കുക്കറിലല്ല വെച്ചിട്ടുള്ളത്, ചട്ടിയിൽ ആണ്. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ കൂടെ കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മട്ടൻ മസാല കുറച്ചും കൂടെ ടൈം ഇരുന്ന് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം റെഡിയായി. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ചുകൂടെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഒന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാനുള്ള ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നല്ല തിക്കായിട്ട് വരണം മസാല. മസാല വല്ലാണ്ട് ലൂസായി പോയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നല്ല തിക്കായിരിക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. സാധാരണ മട്ടൺ ഉണ്ടാക്കുന്ന പോലെ ഒന്നും അല്ല, വളരെ ടേസ്റ്റാണ്.
മുഴുവനായിട്ടും ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു.